ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോബിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പേടി എന്നുള്ളതാണ്. പേടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിയർ എന്നും പറയാറുണ്ട്. അപ്പൊ എന്താണ് ഫിയറും ഫോബിയയും തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ, അതല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഫോബിയാസ് ആണോ ഉള്ളത്, ഫോബിയാസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഫോബിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് മാർഗവുമായിട്ട് ബന്ധപ്പെട്ട 2025 എസ്ഐയുടെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് മുഴുവനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. സ്റ്റാർട്ട് ചെയ്യുകയാണെ. ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഈ ഫോബിയ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഫോബോസ്. എന്താണ്? ഫോബോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോബിയ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫോബോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് പേടി അഥവാ ഫിയർ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്? ഫോബിയ ഈസ് ഇറാഷണൽ, intense, persistent fear of a specific object, situation or activity that poses little or no actual danger എന്നുള്ളതാണ്. എന്താണ് ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ, ഇന്റൻസ് ആൻഡ് പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് എ സ്പെസിഫിക് ഒബ്ജക്ട്. നമ്മൾ പേടി എന്ന് പറയുമ്പം എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് പേടി. പക്ഷെ എപ്പോഴാണോ ഈ ഒരു പേടി ഒരു ഇറാഷണൽ ആവുന്നത്, റാഷണൽ അല്ലാതിരിക്കുന്നത്, ഇന്റൻസ് ആയിട്ട് മാറുന്നത്, ഭയങ്കരമായിട്ട് കൂടുന്നതും പെർസിസ്റ്റന്റ് ആവുന്നത് എന്തിനെ പറ്റിയിട്ട്? ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാവാം. ശരിക്കും അവിടെ ഡേഞ്ചർ എന്ന് പറയുന്ന സംഭവമേ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും ആവാം. അപ്പൊ അവിടെയാണ് നമ്മൾ പേടിയും ഫോബിയയും തമ്മിലുള്ള വ്യത്യാസം. പേടി എന്ന് പറയുന്നത് സ്നേക്കിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന പേടി, നമുക്ക് അവിടെ നിന്നും ഡേഞ്ചർ ഉണ്ട്, ചവിട്ടിയാൽ കടിക്കും, അതുകൊണ്ടാണ് നമ്മൾ പേടിച്ചിട്ട് പിന്മാറുന്നത്. അതേസമയം എന്തെങ്കിലും ഒരു പാറ്റ പോലെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ തന്നെ ഇറാഷണൽ, ഇന്റൻസ്, പെർസിസ്റ്റന്റ് ഫിയർ ഉണ്ടാവുക. അത് കടിക്കത്തോ അങ്ങനെ ഉപദ്രവിക്കത്തോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവുക, പെർസിസ്റ്റന്റ് ഫിയർ ഉണ്ടാവുക, ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കുക, റാഷണാലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഫിയർ വരിക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുന്നത്. അത് കൺട്രോളബിൾ അല്ല. ദ പേഴ്സൺ റെക്കഗ്നൈസ് ദ ഫിയർ ആസ് ആൻ അൺറീസണബിൾ ബട്ട് കനോട്ട് കൺട്രോൾ ഇറ്റ്. ഈ കാര്യത്തിലാണ് ഈ പേടിക്കുന്ന ആൾക്ക് തന്നെ അറിയാം ഇത് പ്രത്യേകിച്ച് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല, റീസണബിൾ അല്ല ഇത് എന്ന് തിരിച്ചറിയാം, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതും ഫോബിയയുടെ ഒരു ലക്ഷണമാണ്. ഡെഫിനിഷൻസ് നോക്കാം. A phobia is persistent, irrational fear of a specific object, activity or situation that result in a compelling desire to avoid it. ഇതാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ DSM-5 പറയുന്ന ഫോബിയയുടെ ഡെഫിനിഷൻ. ഈ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പെർസിസ്റ്റന്റ് ആയിരിക്കും, ഇറാഷണൽ ഫിയർ ആയിരിക്കും, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെയോ ഒരു ആക്ടിവിറ്റിയോ ഒരു സിറ്റുവേഷനെയോ പേടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കമ്പൽ ചെയ്യുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് കമ്പൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോബിയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോബിയ? ഒന്ന് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇറാഷണൽ ഫിയർ ആണ്. റാഷണാലിറ്റി ഒരു തരത്തിലും കാണത്തില്ല. ശരിക്കും ഈ ഒരു ആക്ച്വൽ ഡേഞ്ചർ അല്ല, ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ദ ആക്ച്വൽ ഡേഞ്ചർ ആയിരിക്കും. ശരിക്കും അവിടെ ഒരു പേടിക്കേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു അപകട സിറ്റുവേഷൻസോ ഇല്ലെങ്കിൽ പോലും നമ്മൾ പേടിക്കുകയാണ്. സോ റാഷണാലിറ്റി കുറവാണ്. ദെൻ അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മീൻസ് എന്താണ്? പേഴ്സൺ അവോയ്ഡ് ദ ഫിയർഡ് ഒബ്ജക്ട്സ് ഓർ സിറ്റുവേഷൻ. ഏത് സിറ്റുവേഷൻ ആണോ നമുക്ക് ഈ ഫോബിയ ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇമ്മീഡിയറ്റ് ആൻസൈറ്റി റെസ്പോൺസ് ആണ്. അതായത് പെട്ടെന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റൻസ് ആൻസൈറ്റി ഒരു പാനിക് ആവുന്നത് പെട്ടെന്നാണ്, ട്രിഗർ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ദെൻ അവയർനെസ് ഓഫ് അൺറീസണബിൾനെസ് ആണ്. അതായത് ഈ ഒരു പേടിക്കുന്ന വ്യക്തിക്ക്, ഫോബിയ ഉള്ള വ്യക്തിക്ക് തന്നെ അറിയാം ഇത് എക്സസീവ് ആണ്, ഇത് അൺറീസണബിൾ ആണ് എന്നുള്ളത് വ്യക്തിക്ക് തന്നെ അറിയാം. ചിലർക്ക് നമ്മൾ പറയില്ലേ, ചില മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയില്ലേ. പക്ഷെ ഫോബിയ എന്ന് പറയുന്ന ഉള്ള വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ട്. അൺറീസണബിൾനെസ്സിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇന്റർഫറൻസ് വിത്ത് ഡെയിലി ലൈഫ്. പല കാര്യങ്ങളും നമുക്ക് ഡേ ഇൻ മൈ ലൈഫിൽ നമ്മളെ അത് പലപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിൽ നിന്നും മാറ്റി നിർത്തപ്പെടാറുണ്ട് പല പേടികളും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഫോബിയാസ് വരുന്നത്? പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫോബിയാസ് വരാം. ഒന്ന് സൈക്കോളജിക്കൽ കോസസ് ആണ്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഫോബിയ ഡെവലപ്പ് വെൻ ന്യൂട്രൽ ഒബ്ജക്റ്റ് ഈസ് പെയർഡ് വിത്ത് എ ഫ്രൈറ്റനിങ് ഇവന്റ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേടി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിന്റെ പഠിച്ചിട്ടുണ്ട്. അപ്പം പാവ്ലോവിന്റെ
ആ ഒരു പരീക്ഷണത്തിനകത്ത് പറയുന്ന പല കാര്യങ്ങളും കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പൊ ഇടി ഏശിയ ഒരാൾക്ക് പിന്നെ ഇടി വെട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് ഭയങ്കരമായിട്ട് പേടിയായിരിക്കും. അത് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഷോക്ക് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, വെള്ളത്തിൽ വീഴുകയോ ഒക്കെ ചെയ്തു, പിന്നെ വെള്ളത്തിനോടുണ്ടാവുന്ന ഒരു ഫോബിയ. ഇതൊക്കെയാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. അതൊരു സൈക്കോളജിക്കൽ കോഴ്സ് ആണ്. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. അതായത് മറ്റു പലരും ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് പേടിയോടെ കാണുമ്പോൾ സിമിലർ ഫിയർ നമ്മളിലേക്ക് എത്തിപ്പെടാം. അല്ലെങ്കിൽ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ആണ്. ഫ്രൂയിഡിന്റെ ഒക്കെ അഭിപ്രായത്തില് ഫോബിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ, നമ്മുടെ ഡിസയേഴ്സിനെ ഒക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഫോബിയാസ് ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഫോബിയ മേ സിംബലൈസ് റിപ്രസ്ഡ് കോൺഫ്ലിക്ട്സ് ഓർ ഡിസയർ ഡിസ്പ്ലേസ്ഡ് ഓൺ ടു എക്സ്റ്റേണൽ ഒബ്ജക്ട്സ്. നമ്മുടെ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ഉള്ളിൽ, അതായത് അബോധ മനസ്സിൽ നമ്മൾ അറിയാതെ പലതും കിടപ്പുണ്ടായിരിക്കും. അതിനെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ അറിയാതെ കേട്ടോ അത് സിംബിളൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിഫ്രസ്ഡ് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഡിസയേഴ്സിനെ എല്ലാം നമ്മളൊരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഫോബിയാസ് വരാമെന്നാണ് പറയുന്നത്. 2 ബയോളജിക്കൽ കോസസ് ആണ്. പലപ്പോഴും ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് പലതരത്തിലുള്ള ഫോബിയാസ് കാണും. അത് അടുത്ത ജനറേഷനിലേക്ക് വന്നേക്കാം. ദെൻ ബ്രെയിനിന്റെ മെക്കാനിസംസ് ആണ്. അതായത് ഓവർ ആക്ടിവേഷൻ. നമ്മുടെ അമിഗ്ഡാല എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു ഫിയർ, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അമിഗ്ഡാലയുടെ ഓവർ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ബ്രെയിനകത്ത് എന്തിന് കാരണമാക്കാം? ഫിയർ സെന്റർ എന്നൊക്കെ പറയുന്ന അമിഗ്ഡാലയാണ്. അപ്പൊ അത് എന്തിന് കാരണമായേക്കാം? പേടികൾക്ക് കാരണമായേക്കാം. ദെൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമ്മുടെ സെറാട്ടോണിൻ, ഡോപ്പമിൻ, GABA തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇംബാലൻസുകൾ കൊണ്ടുപോലും എന്ത് വന്നേക്കാം? ഇതുപോലെയുള്ള ഫോബിയാസ് ഉണ്ടായേക്കാം. ദെൻ എൻവയോൺമെന്റൽ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരന്റിങ് കൊണ്ട് കുട്ടിക്കാലത്തെ പേരന്റിങ് ഓവർ പ്രൊട്ടക്റ്റീവ് ആയത് കാരണം വളർന്നു വരുമ്പോൾ ചില സാഹചര്യങ്ങളിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലേക്ക് വരിക, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി ഉണ്ടാവുക. അപ്പൊ കൂടുതലായിട്ട് ഈ വീട്ടിലൊക്കെ ഇരുന്ന് വളരുന്ന കുട്ടികൾ, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പേടിക്കുന്നവര്, എല്ലാ കാര്യങ്ങളും പേരൻസ് ചെയ്തു കൊടുത്ത് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഇടപഴകാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഒരു സമയം വരുമ്പോഴത്തേക്ക് സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ ആ 10 ആൾക്കാരോട് സംസാരിക്കാനൊക്കെ പേടിയുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത് ഒരു ഫോബിയയുടെ ലക്ഷണമാണ്, ഫോബിയക്ക് കാരണമാകുന്ന ഒരു ലക്ഷണമാണ്. ദെൻ ലാക്ക് ഓഫ് എക്സ്പോഷർ. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെയാണ്, കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് തൊട്ടേ എക്സ്പോഷർ കിട്ടാത്ത പല ആൾക്കാരും വളർന്നു വരുന്ന സമയത്ത് പലതരം പേടികളിലേക്ക് പോകാം. അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ് ഉള്ളവർക്കും എന്തുണ്ടായേക്കാം? വളരുമ്പോൾ ഫോബിയ ഉണ്ടായേക്കാം. ദെൻ ഫോബിയയുടെ സിംറ്റംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. അത് ചിലർക്ക് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തോന്നുന്നത് എന്തായിരിക്കും? ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് കൂടാം. പിന്നെ ഫിയർ ഓഫ് ഡൈയിങ് ഉണ്ടാവാം, തല കറങ്ങുന്നതായിട്ട് തോന്നാം. അല്ലെങ്കിൽ പ്രീ ഒക്കുപ്പേഷൻ വിത്ത് എ ഫിയർഡ് ഒബ്ജക്റ്റ്, പെട്ടെന്ന് ആ ഫിയർഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഓടി മാറുക. അല്ലെങ്കിൽ ഒരു അൺറിയാലിറ്റിയുടെ സെൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താണ്? കൈകൾ വിറയ്ക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് കണ്ണിനകത്ത് മഞ്ഞ കയറുന്നതായിട്ട് തോന്നുക. ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഫോബിയാസിന്റെ സിംറ്റംസ് ആണ്. ചിലർക്ക് ഈ ഒരു ഫോബിയയുടെ ഒബ്ജക്ട്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ സംഭവങ്ങൾ വന്നേക്കാം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക, എന്താണ് ഈ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരാൾക്ക് എപ്പോഴും അങ്ങ് കൺസേൺ ആണ്, അയാൾക്ക് എപ്പോഴും അസുഖമാണോ, അല്ലെങ്കിൽ ഞാൻ ഇനി അധികം നാളില്ല, ഞാൻ മരിക്കാൻ പോവാണോ, എനിക്ക് എന്തെങ്കിലും ശരിക്കും അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോഴും മെഡിക്കൽ കെയറിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡോക്ടേഴ്സിനെ പലതിനെ ഇങ്ങനെ മാറി കണ്ടുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നത്? ഡ്യൂ ടു കോൺസ്റ്റന്റ് കൺസേൺ വിത്ത് ദി ഇമാജിൻ ഇൽനെസ് അല്ലെങ്കിൽ ഇമിനന്റ് ഡെത്ത്. ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള അസുഖമുണ്ട്, എന്നിട്ട് ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്തും മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത അസുഖത്തിന്റെ പേരും പറഞ്ഞ്. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകോൺഡ്രിയാസിസ്. ഇതും ഒരു ഫോബിയയുടെ ലക്ഷണമാണ് കേട്ടോ. ചോദിക്കാൻ ചിലപ്പോൾ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്താണ്? നമുക്ക് അസുഖം ഇല്ലെങ്കിൽ പോലും അസുഖമുണ്ട് എന്ന് അകാരണമായിട്ട് പേടിച്ച് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് വിളിക്കുന്നത്. ഇനി പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട്. പ്രധാനമായിട്ടും ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഫോബിയാസിനെ ഒരു ആൻസൈറ്റി ഡിസോർഡറിന്റെ കാറ്റഗറിയിലാണ് ഈ ഒരു DSM-5 ഇറങ്ങിയപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ
അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പ് ഓഫ് ഫോബിയാസ് ആണുള്ളത്. ഒന്ന് അഗോറ ഫോബിയ, 2 സ്പെസിഫിക് ഫോബിയാസ്, പിന്നെ സോഷ്യൽ ഫോബിയാസ്. ഇതിനകത്ത് അഗോറ ഫോബിയ പ്രീവിയസ് ചോദ്യമാണ്. അഗോറ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്ലേസിനകത്ത് പെട്ടുപോകുമോ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലയോ എന്നുള്ള ഒരു ചിന്ത വരുന്നതാണ് അഗോറ ഫോബിയ. This describes a fear of being trapped in an inescapable place or situation. നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ടുപോകുമോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള പേടി. ആസ് എ റിസൾട്ട് ഫോബിക് ഇൻഡിവിജ്വൽ മേ ബിഗിൻ ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു? ആ സിറ്റുവേഷൻസിലേക്ക് പോകാൻ തന്നെ മടിക്കും. In some cases, this fear can become so pervasive and overwhelming that the individual even fear to leave their home. ഇങ്ങനെ പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും പേടിയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരിക. ദാറ്റ് ഈസ് കോൾഡ് അഗോറ ഫോബിയ. അപ്പം ഒന്നെങ്കിൽ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുമെന്ന് വെച്ചിട്ട്, ട്രാപ്പായി പോകുമെന്ന് വെച്ചിട്ട് ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്ലേസിലോട്ട് പോവാതിരിക്കുക. അങ്ങനെ പേടിയുള്ളിടത്ത് നിന്ന് പോവാതെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാത്ത അവസ്ഥ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇനി ഒരു തുറസായ സ്ഥലത്ത് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തുറസായ സ്ഥലത്ത് പോവാൻ പേടിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണമെങ്കിൽ അഗോറാഫോബിയ. ക്രൗഡഡ് പ്ലേസിൽ പോകാൻ പേടിയുള്ളവരുണ്ട്, ലിഫ്റ്റിൽ കയറാൻ പേടി, ക്ലോസ്ഡ് സർഫസിൽ, ക്ലോസ്ട്രോഫോബിയ ആണ് ശരിക്കും അത്, എങ്കിൽ പോലും അതും ഈ ഒരു അഗോറാഫോബിയക്കകത്ത് നമുക്ക് വേണമെങ്കിൽ പെടുത്താം. ക്ലോസ്ട്രോഫോബിയക്കകത്ത് വരുന്നതാണ് ക്ലോസ്ഡ് സർഫസിൽ പോകാൻ പേടി, അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്പേസിൽ കയറാൻ പേടിയുള്ളത് ക്ലോസ്ട്രോഫോബിയ ആണ്. പക്ഷെ അഗോറാഫോബിയക്കകത്ത് വേണമെങ്കിൽ നമുക്ക് അതിനെ പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പേടി, അല്ലെങ്കിൽ തുറസായ സ്ഥലത്ത് പോയാൽ അവരിങ്ങനെ ചിന്തിക്കുമോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടോടുമോ ഇങ്ങോട്ടോടുമോ, അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. അതെല്ലാം അഗോറാഫോബിയ ആണ്. ദെൻ സ്പെസിഫിക് ഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോടുള്ള പേടി. ബട്ടർഫ്ലൈ ആവാം, സ്നേക്ക് ആവാം, സ്പൈഡർ ആവാം, പാറ്റയാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ, ഇപ്പൊ കാക്കത്തൂവല്, കോഴിത്തൂവല്, അതിനോടെല്ലാം പേടി ഉണ്ടാവുകയാണെങ്കിൽ സ്പെസിഫിക് ഫോബിയ ആണ്. ഇവിടെ നമുക്ക് 4 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന്, ചില സിറ്റുവേഷൻസിനെ പേടിക്കാം, ചില ആനിമൽസിനെ പേടിക്കാം, അല്ലെങ്കിൽ സിറിഞ്ചിനെ, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ ഒക്കെ പേടിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഇടി, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ മിന്നല്, അല്ലെങ്കിൽ കാറ്റ്, ഇതിനെയൊക്കെ പേടിക്കാം. എ ഫ്യൂ എക്സാമ്പിൾ ഓഫ് കോമൺ ഫിയർ ഒബ്ജക്ട്സ് ഇൻക്ലൂഡ് സ്പൈഡേഴ്സ്, ഡോഗ്സ്, നീഡിൽസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഹൈറ്റ്, ഫ്ലൈയിങ്, ഇതൊക്കെ പേടിക്കാം. ഈ ഫ്ലൈയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു 2025 ചോദ്യം. ഫ്ലൈയിങ്, അതായത് ഒരു പൈലറ്റ് ആവാൻ മോഹമുണ്ട്, പക്ഷെ പറക്കാനായിട്ട് പേടിയുണ്ട്, അങ്ങനെയാണെങ്കിൽ തെറാപ്പിസ്റ്റ് ഏത് തെറാപ്പി മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെന്നായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യം. അപ്പം അടുത്ത ഫോബിയാണ് സോഷ്യൽ ഫോബിയ. സോഷ്യൽ ഫോബിയ പേരിനകത്ത് തന്നെയുണ്ട്. നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള എക്സ്ട്രീം ഫിയർ ആണ്. എല്ലാവർക്കും പേടിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പേടിയുള്ളവരുണ്ട്, 10 പേരോട് മിണ്ടാൻ പേടിയുള്ളവരുണ്ട്. പക്ഷേ സോഷ്യൽ ഫോബിയ മീൻസ് എന്താണ്? ഇവിടെ എക്സ്ട്രീം ഫിയർ ആണ് എല്ലായിടത്തും. ഇൻ സം കേസസ് ദിസ് ഫിയർ മേ സെന്റർ ഓൺ എ വെരി പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ സച്ച് ആസ് പബ്ലിക് സ്പീക്കിംഗ്. In other instances, people may fear to perform any task in front of other people for fear that they will somehow publicly embarrassed. ചിലപ്പം പബ്ലിക് സ്പീക്കിംഗ് പേടിയുള്ളവരാണ്, അത് എല്ലാവർക്കും പേടിയാണ്. ചിലർക്ക് മാത്രമേ ഉള്ളൂ പേടിയില്ലാത്തത്. പബ്ലിക് സ്പീക്കിങ്ങിലോട്ട് പോകുന്ന സമയത്ത് എക്സ്ട്രീം ഫിയർ ആണ്. അല്ലെങ്കിൽ ഒരു ടാസ്ക് ക്ലാസിന്റെ മുമ്പിൽ വന്നെന്ന് വായിക്കാൻ പറഞ്ഞാൽ പേടിയുള്ളവരുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് സോഷ്യൽ ഫോബിക്കകത്ത് പെടും. ഇവിടെ എല്ലാം ഓർക്കുക, പേടിയല്ല, എക്സ്ട്രീം ഫിയർ ആൻഡ് ഇന്റൻസ് ഫിയർ. ഇനി നോക്കിക്കേ, പല എക്സാമ്പിൾസ് ഉണ്ട്. പ്രധാനമായിട്ടും 4 മേജർ സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറയുമ്പോൾ ആനിമൽ ആവാം, മെഡിക്കൽ ആവാം, നാച്ചുറൽ എൻവയോൺമെന്റൽ ആവാം, സിറ്റുവേഷണൽ ആവാം നമ്മൾ പറഞ്ഞു. ആനിമൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആനിമലിനെയോ ബേർഡിനെയോ ഒക്കെ പേടിക്കാം. മെഡിക്കൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് കാണുമ്പോൾ പേടിക്കാം, ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പേടിക്കാം. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇടി, മഴ, വാട്ടർ, സ്റ്റോംസ്, പിന്നെന്താ ടൊർണാഡോസ്, അങ്ങനെയുള്ള എല്ലാം പേടിക്കുക. ഈ സുനാമിയുടെ പടങ്ങൾ കാണുമ്പോൾ പേടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ പേടിക്കുക, വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ പേടിക്കുക, ഡ്രൈവിങ് ചെയ്യാനായിട്ട് പേടിക്കുക, ഇതൊക്കെ സിറ്റുവേഷൻസ് ആണ്. ഇനി നമ്മുടെ ഫോബിയയുടെ ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് ബിഹേവിയറൽ തെറാപ്പീസ് ആണ് ഇതിന് ചെയ്യുന്നത്. ഒന്ന് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രാജുവൽ എക്സ്പോഷർ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് പേടിയുണ്ടെങ്കിൽ, ഇപ്പൊ പറക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലെയിന് പേടിയാണെന്നുണ്ടെങ്കിൽ പ്ലെയിന്റെ വീഡിയോസ് ആദ്യം കാണിക്കുന്നു. പ്ലെയിനിൽ പറക്കുന്നത് സേഫ് ആണെന്നുള്ള രീതിയിൽ അവർ പഠിക്കുന്നത്. ഇപ്പൊ പൈലറ്റ്സ് ഒക്കെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നു. അല്ലെങ്കിൽ പിന്നെന്താണ്, ചെറിയ രീതിയിൽ മോളിലോട്ട്, അതായത് കുറച്ച് ഹൈറ്റിലോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നു. അല്ലെങ്കിൽ റോപ്പിലൂടെ ഇങ്ങനെ നമ്മളുണ്ടല്ലോ ചാടി ജമ്പ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിലോട്ട്. പിന്നെ ചെറിയ രീതിയിൽ പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടാസ്കുകൾ, പറക്കുന്ന, അതായത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന, കൈയും കാലും ഒക്കെ വിട്ടു നിൽക്കുന്ന ആ ഒരു രീതിയിലോട്ടൊക്കെ പതുക്കെ കൊണ്ടുവന്നതിന് ശേഷം
പിന്നെ പൈലറ്റ് ആയി കഴിഞ്ഞാൽ ഇവർ തന്നെ ഓടിക്കണമല്ലോ. പിന്നെ പ്ലെയിനിൽ കയറാനായിട്ട് നമ്മൾ ഒരാള് ഇപ്പൊ തെറാപ്പിസ്റ്റ് കൂടെ പോയിട്ട് പ്ലെയിനിൽ ആദ്യമായിട്ട് കയറുന്നു. പിന്നെ അതിനുശേഷം ആ ഒരു പേടി കുറച്ച് കൊണ്ടുവരുന്നതാണ് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ. ഗ്രാജുവൽ എക്സ്പോഷർ ടു ഫിയർഡ് ഒബ്ജക്ട്സ് വൈൽ പ്രാക്ടീസിങ് റിലാക്സേഷൻ. ഓരോ വട്ടവും റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ ആ പേടി മാറിയിട്ട് പ്ലെയിനോടുള്ള പേടി മാറി പറപ്പിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ ഫ്ലഡിങ് എന്ന് പറയും, അത് സഡൻ ആണ്. പ്രൊലോങ്ഡ് എക്സ്പോഷർ അണ്ടിൽ ഫിയർ ഡിമിനിഷ്ഡ്. പെട്ടെന്ന് കൊടുക്കുകയാണ്, ആ ഒരു പേടിയുള്ള സാധനത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുന്നു. മറ്റേത് ഗ്രാജുവൽ ആണ്, പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രൊലോങ്ഡ് ആണ്. അങ്ങനെ എപ്പോഴാണോ പേടി മാറുന്നത് അതുവരെ കൊടുക്കുന്നതാണ് ഫ്ലഡിങ്. ദെൻ മോഡലിംഗ് ഉണ്ട്, അതായത് ഒബ്സർവിങ് അതേഴ്സ് കൺഫ്രണ്ട് ദ ഫിയർഡ് ഒബ്ജക്ട് സേഫ്ലി. മറ്റുള്ളവർ ചെയ്യുന്നത്, നമുക്ക് പേടിയുള്ള ഒരു കാര്യത്തിനെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരെ മോഡലിംഗ് ചെയ്തിട്ട് നമുക്ക് പേടി കുറയ്ക്കുന്നത്. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, അതായത് നമ്മുടെ ആവശ്യമില്ലാത്ത ഇറാഷണൽ ഫിയേഴ്സിനെ, നമ്മുടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സിനെയും ബിലീഫ്സിനെയും ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ പോസിറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നിടത്തേക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തിരുത്തി കൊണ്ടുവരുന്നതാണ് CBT പോലെയുള്ളത്. ഓക്കെ. ദെൻ ഫാർമക്കോ തെറാപ്പിയാണ്. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ കുറച്ച് മരുന്നുകൾ കൊടുക്കും ഷോർട്ട് ടേം റിലീഫിനായിട്ട്. കുറച്ച് മരുന്ന്, ഈ ബെൻസോഡയാസെപിൻസ് പോലെയുള്ളത്, അല്ലെങ്കിൽ SSRIs, ആന്റി ഡിപ്രസൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ കൊടുത്തു തുടങ്ങുക, ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങുക. ദെൻ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്, ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു, മസിൽ റിലാക്സേഷൻസിലേക്കും മൈൻഡ്ഫുൾനെസ്സിലേക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇനി കുറച്ച് കോമൺ എക്സാമ്പിൾസ് ആണ് സ്പെസിഫിക് ഫോബിയയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്ത് ആക്രോഫോബിയയും അതുപോലെ ക്ലോസ്ട്രോഫോബിയ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് നോക്കാം. ആക്രോഫോബിയ ഹൈറ്റ്സ് ആണ്. അഗോറാഫോബിയ എന്തായിരുന്നു? സ്പെസിഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ, ആ സിറ്റുവേഷൻസിനെ പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയാണ് അഗോറാഫോബിയ. ഇത് ആക്രോഫോബിയ ആണ്, ഹൈറ്റ്. ക്ലോസ്ട്രോഫോബിയ ക്ലോസ്ഡ് സ്പേസിനെ പേടി. ഹൈഡ്രോഫോബിയ വെള്ളത്തിനെ പേടി. എയറോഫോബിയ പറക്കാൻ പേടി. ഹീമോഫോബിയ ബ്ലഡിനെ പേടി. നിക്റ്റോഫോബിയ ഡാർക്ക്നെസ്സിനെ പേടി. സയാനോഫോബിയ ഡോഗ്സിനെ പേടി. ഒഫിഡിയോഫോബിയ സ്നേക്സിനെ പേടി. ട്രൈപ്നോഫോബിയ ഇഞ്ചക്ഷൻസിനെ പേടി. പിന്നെ തനാറ്റോഫോബിയ ഡെത്തിനെ, മരണത്തിനെ പേടി. ഇങ്ങനെയുള്ള കുറേ ഫോബിയാസ് ഉണ്ട്. അരാക്നോഫോബിയ ആണ് സ്പൈഡേഴ്സിനോടുള്ള പേടി. അപ്പൊ ഈ ഫോബിയ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.